ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പേഴ്സ് STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി 2ാം ക്ലാസ്സിലെ ക്ലാസ് വീഡിയോസ് വേണമെങ്കിൽ STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ് സി. മിനു ഹാസ് മെനി ഫ്രണ്ട്സ്. മിനുവിന് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവളുടെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഒരു നല്ല മനോഹരമായിട്ടുള്ള പാട്ട് പാടുകയാണ്. ലെറ്റ്സ് ലിസൺ ടു ഹെർ സോങ് ആൻഡ് സിങ് വിത്ത് ഹെർ. നമുക്ക് മിനു പാടുന്ന പാട്ട് കേട്ടിട്ട് അവളോടുകൂടെ പാടി നോക്കാം. നോക്കൂ. ഐ ഹാവ് എ ഹോം, ഹാപ്പി ലിറ്റിൽ ഹോം, ഐ ലവ് മൈ ഹോം. ഐ ഹാവ് എ ഹോം, എനിക്കൊരു വീടുണ്ട്. ഹാപ്പി ലിറ്റിൽ ഹോം, സന്തോഷമുള്ള ചെറിയൊരു വീട്. ഐ ലവ് മൈ ഹോം, ഞാൻ എൻ്റെ വീടിനെ ഇഷ്ടപ്പെടുന്നു. ഐ ഹാവ് എ ഡോൾ, എനിക്കൊരു പാവയുണ്ട്. എ ക്യൂട്ട് ലിറ്റിൽ ഡോൾ, മനോഹരമായ ഒരു ചെറിയ പാവ. ഐ ലവ് മൈ ഡോൾ, ഞാൻ എൻ്റെ പാവയെ ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് എന്തിനെ കുറിച്ചാണ്? കൈറ്റാണ്, പട്ടമാണല്ലേ. അപ്പൊ കൈറ്റിനെ കുറിച്ച് നമ്മൾ എഴുതി കൊടുക്കണം. ഐ ഹാവ് എ കൈറ്റ്, എനിക്കൊരു പട്ടമുണ്ട്. എ ബ്യൂട്ടിഫുൾ ലിറ്റിൽ കൈറ്റ്, മനോഹരമായ ഒരു ചെറിയ പട്ടം, അല്ലെങ്കിൽ എ ലിറ്റിൽ ബ്യൂട്ടിഫുൾ കൈറ്റ് എന്നാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഐ ലവ് മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടത്തെ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു ആഡ് മോർ ലൈൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതാണ്. അതായത് വരികൾ കൂട്ടിച്ചേർത്ത് പൂർത്തിക്കാനുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആക്ടിവിറ്റി 2, ബ്യൂട്ടിഫുൾ വാലി. ലുക്ക് അറ്റ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കൂ. ദിസ് ഇസ് എ വാലി. വാലി എന്ന് വെച്ചാൽ എന്താണ്? താഴ്വര. ഇതൊരു താഴ്വരയുടെ പിക്ചർ ആണ്. വാട്ട് ഡു യു സീ ദേർ? നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്? ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. നോക്കൂ, ട്രീസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെ ഒരു ഡീർ ഓടി കളിക്കുന്നുണ്ട്. ഒന്നല്ല 2-3 ഡീർസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട്. അതുപോലെ മലയുണ്ട് അല്ലെ, ഹില്ല്, മൗണ്ടെയിൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വേണം ഇനി എഴുതാനായിട്ട്. നോക്കൂ. there are many dash trees. there are many big trees. വലിയ മരങ്ങളാണ് അല്ലേ ഉള്ളത്. there are many dash on the tree. മരത്തിൽ ഒരുപാട് fruits ഉണ്ട്. there are many fruits on the tree. see, 2 birds are dash on the tree. 2 birds are sitting on the tree. അപ്പൊ ബിഗ് ഫ്രൂട്ട് സിറ്റിംഗ്, ഈ 3 ആണ് നമുക്ക് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് 3 നമ്മൾ ഫിൽ ചെയ്തു. ക്യാൻ യു സീ ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ്? നിങ്ങൾക്ക് ചിത്രത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? യെസ്, ഉണ്ടല്ലേ. വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ദ ആനിമൽസ് ആർ റണ്ണിങ് അല്ലെ, ആനിമൽസ് ഓടുകയാണ്. മെനി ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദ സ്കൈ, ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, പറക്കുന്നുണ്ട്. ഒരുപാട് പക്ഷികൾ ആകാശത്ത് പറക്കുന്നുണ്ട്. സോ ആനിമൽസ് റണ്ണിങ് ആണ്, ബേർഡ്സ് ഫ്ലൈയിങ്. ആക്ടിവിറ്റി 3, കോൺവേഴ്സേഷൻ ആണ്. നോക്കൂ മക്കളെ, നമുക്കിവിടെ കോൺവേഴ്സേഷൻ എന്തൊക്കെ ഡയലോഗുകൾ ഉണ്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ഡയലോഗ്സ് സൈഡിൽ തന്നിട്ടുണ്ട്. നോക്കൂ. ഈസ് യുവർ ഫാദർ കമ്മിങ്? എന്റെ അച്ഛനും വരുന്നുണ്ടോ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, വൈകുന്നുണ്ട്, നേരം വൈകുന്നുണ്ട്. ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്, ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് പോകാം ആണട്ടോ. നോക്കൂ, മിന്നു പറയുന്നത് നോക്കൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ സച്ചിൻ എന്ത് പറയും? തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും അല്ലേ, ഗുഡ് മോർണിംഗ്. പിന്നെ മിന്നു എന്തോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചിന് പറയുന്നുണ്ട് യെസ് ഐ ആം കമ്മിങ്, അതെ ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പൊ മിന്നു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ എന്നായിരിക്കും അല്ലേ. ആർ യു കമ്മിങ്? യെസ് ഐ ആം കമ്മിങ്. മിനു എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചിൻ നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിനു എന്താ ചോദിക്കുന്നത്? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ഈസ് യുവർ ഫാദർ കമ്മിങ്? നിന്റെ അച്ഛനും കൂടെ വരുന്നുണ്ടോ? അപ്പൊ സച്ചിൻ നോ എന്ന് പറയുന്നു. അപ്പൊ മിനി എന്ത് പറയും? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, നേരം വൈകുന്നുണ്ട്. സച്ചിൻ എന്ത് പറയും? ഓക്കെ ലെറ്റ്സ് ഗോ, ശരി നമുക്ക് പോകാമെന്ന് പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഈ കോൺവെർസേഷൻ ഫിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് കേട്ടോ. റീഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മൈ നെയിം ഈസ് പിങ്കി. എന്റെ പേര് പിങ്കി എന്നാണ്. യെസ്റ്റർഡേ മൈ പപ്പ ബോട്ട് മീ എ ന്യൂ പെറ്റ്. ഇന്നലെ എന്റെ അച്ഛൻ എനിക്ക് പുതിയൊരു പെറ്റിനെ കൊണ്ടുവന്നു. ഇറ്റ് ഈസ് എ സ്മോൾ ഗോൾഡ് ഫിഷ്. അതൊരു ചെറിയ ഗോൾഡ് ഫിഷ് ആയിരുന്നു. ഐ നെയിംഡ് ഇറ്റ് റൂബി. ഞാൻ അതിന് റൂബി എന്ന് പേര് കൊടുത്തു. ഐ കീപ് ഹർ ഇൻ എ ബൗൾ. ഞാൻ അവളെ ഒരു ബൗളിലാണ് ഇട്ട് വെച്ചത്.
എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കും. ഇറ്റ് ലുക്സ് വെരി ഹാപ്പി ഓൾ ദ ടൈം. അവൾ എല്ലാ സമയത്തും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളുണ്ട്, നോക്കൂ. ക്വസ്റ്റ്യൻ 1, പിങ്കീസ് പെറ്റ് ഈസ് എ ഡാഷ്. പിങ്കിയുടെ പെറ്റ് എന്തായിരുന്നു? സ്മോൾ ഗോൾഡ് ഫിഷ് അല്ലെ? സ്മോൾ ഗോൾഡ് ഫിഷ്. 2, റൂബി ഈസ് എ, റൂബി എന്ന് പറയുന്നത് ആരാണ്? ഫിഷ് ഗേൾ ഡോഗ്. ആരാണ്? ഫിഷ് ആണ് അല്ലെ? അവളുടെ ആ ഗോൾഡ് ഫിഷിനിട്ട പേരായിരുന്നു റൂബി. സോ ഫിഷ്. ക്വസ്റ്റ്യൻ 3, ഹൂ ബോട്ട് ദ പെറ്റ്. ആരാണ് പെറ്റിനെ കൊണ്ടുവന്നത്? പിങ്കീസ് ഫാദർ, പിങ്കിയുടെ അച്ഛനാണ് കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ 4, ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ. അത് വലുതായിരുന്നോ ചെറുതായിരുന്നോ? ഇറ്റ് ഈസ് എ സ്മോൾ ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ. 5, പിങ്കി കീപ്സ് ഹെർ പെറ്റ് ഇൻ എ ഡാഷ്, ടാങ്ക്, പോണ്ട്, ബൗൾ. പിങ്കി ടാങ്കിലാണോ, പോണ്ടിലാണോ, ബൗളിലാണോ പെറ്റിനെ ഇട്ട് വെച്ചത്? പിന്നെ ബൗൾ, ഒരു ബൗളിലാണല്ലേ ഇട്ട് വെച്ചത്. ആക്ടിവിറ്റി 5, കളർ ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിന് നിറം കൊടുത്ത് മനോഹരമാക്കിയിട്ട് അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലൗഡ്സിന് ബ്ലൂ കളറ്, പിന്നെ അതുപോലെ മൗണ്ടന് ഗ്രീൻ കളറ്, പിന്നെ ട്രീ കളറ്, റിവറിന് ബ്ലൂ കളറ്, പിന്നെ ഗ്രാസിനൊക്കെ ഗ്രീൻ കളറ്, അതുപോലെ സാൻഡിന് അതിന്റെ തീരത്തിന് ബ്രൗൺ കളറൊക്കെ കൊടുക്കാം. നോക്കൂ, കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു മനോഹരമായിട്ടുള്ള ചിത്രമാണ്. വി ക്യാൻ സീ മെനി മൗണ്ടൻസ് ഹിയർ. നമുക്കിവിടെ ഒരുപാട് മലകൾ കാണാം. സെവറൽ ക്ലൗഡ്സ് ആർ ദർ. കുറച്ച് മേഘങ്ങളുണ്ട്. സെവറൽ എന്ന് വെച്ചാൽ കുറച്ച്. ഓക്കെ. ദർ ഇസ് എ റിവർ ഫ്ലോയിങ്. ഒരു പുഴ, റിവർ ഒരു നദി ഒഴുകുന്നുണ്ട്. വി ക്യാൻ സീ സം ടോൾ ട്രീസ് ദർ. അവിടെ നമുക്ക് കുറച്ച് നീളമുള്ള ഉയരത്തിലുള്ള മരങ്ങളെയും കാണാം. അപ്പൊ ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ആഡ് മോർ ലൈൻസ്, പിന്നെ അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ, പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിന്റെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്